ഭയന്നു അല്ലേ? ഭയന്നു. ഇപ്പൊ മാത്രല്ല, ഭയാന്നറിയേ. എന്താ? വേണ്ട മനു, നമ്മുടെ പോക്ക് ശരിയല്ല. ഇപ്പോ ഇവിടെ വെച്ച് നിർത്തല്ല. പറയാൻ എളുപ്പമുള്ള ചിലതൊക്കെ ഉണ്ട്. ചിങ്ങമാസത്തിൽ വീശുന്ന തെക്കൻ കാറ്റിനോട് അരുത്, വേണ്ട, നിർത്തുക എന്നൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ നിൽക്കുമോ അത്? എങ്കിൽ അങ്ങനെയല്ല ഈ കാര്യം. പടർന്നു കയറി വേരുറക്കി മുമ്പേ നുള്ളി കളയ. ഞാൻ ഇവിടെ വരരുതായിരുന്നു, മനുവിനെ കാണരുതായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? സൂര്യൻ കിഴക്ക് അസ്തമിച്ചോ? മനു മനസ്സിലാക്കാത്ത എന്താ? ഈ കോലത്ത് നിലനിന്നിരുന്ന നിയമങ്ങള്, അനുഷ്ഠാനങ്ങള് എല്ലാം നേൽരൂപങ്ങളായിട്ട് ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അത് മറികടന്നുവിടുന്ന മനസ്സ് പറയണു. അത് ഗായത്രിയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്തും എല്ലാം മറികടക്കുമ്പോഴാണ് ത്രില്ല് ഉണ്ടാവുക. ഈ സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അയ്യോ, എനിക്ക് മനസ്സിലാവും. ഈ കോലത്ത് പച്ചക്കുളവും പാലക്കാമരവും പൂനിലാവിൽ തിളങ്ങുന്ന കൽവിളക്കും വർഷങ്ങളായിട്ട് മണം പരത്താത്ത ചന്ദനമരവും എല്ലാം ഒരു ചരടി കെട്ടിയിരിക്കുന്ന പോലെ ചില നിബന്ധനകൾക്കുള്ളില്ല. അതുപോലെ തന്നെ ഞാനും മനു. എങ്കിൽ ഞാൻ കാണുന്നത് നേരെ മറിച്ച. ഈ പറഞ്ഞതെല്ലാം വിധി നിരത്തി വെച്ച പോലെ വർഷങ്ങളായിട്ട് എന്തോ ഒന്നിനു വേണ്ടി കാത്തു നിൽക്കുക. അല്ലെങ്കിൽ വിധി എന്ന് വിളിക്കുന്ന എന്തോ ഒന്നിന്റെ കളിയാ. അത് ആർക്കും തടുത്തു നിർത്താനാവില്ല, ആഗ്രഹിച്ചാൽ പോലും. പറഞ്ഞു മനസ്സിലാവാത്തവരടുത്ത് ഞാൻ നിൽക്കില്ല. നോക്ക്, ഗായത്രി ഇപ്പൊ പറഞ്ഞു തീർത്തതിന്റെ നിമിത്തം ഒറ്റ മയിൽപ്പീലുകൾക്കിടയിലൂടെ കന്യകയെ കൈപിടിച്ച് നടത്തിയ ഗന്ധർവന്റെ നിമിത്ത അല്ലാന്ന് പറയാവോ? ഒന്നര വർഷം മുമ്പ് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കിട്ടിയതാ. എന്തോ ഒരു പ്രത്യേകത തോന്നി എനിക്ക്. ആരോടും പറഞ്ഞില്ല. ഇവിടെ ഈ ചിത്രകൂടത്തിൽ ഒളിച്ചു വെച്ചു. എന്തിനാ ഇത് ഇത്രയും നാൾ ഇവിടെ? അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയാം. പൊട്ടിച്ചെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു ഇല്ലേ? എനിക്ക് ഭയാ മനസ്സില്. കോലത്തെ ആരെങ്കിലും അറിഞ്ഞാ? ഉണ്ണിയുടെ കൈവിരലുകളും എന്റെ കാൽപാദങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചൂടെ ഈ കോലത്തല്ലേലും?
അയ്യോ ഇത് എങ്ങനെ പറ്റി ഭഗവതി? അധികം പൊള്ളിയോ? വൈദ്യരെ വിളിക്കാൻ ആളെ വിട്ടോ? വൈദ്യർക്ക് ആള് പോയി, കുറച്ച് വെള്ളം എടുത്തിട്ട് വരിക. ഇളനീരിന്റെ വേഗം കൊണ്ടുവരിക. വെല്ലത്താലേ ഒന്നുമില്ല. സംഭവിക്കില്ല. കിടത്തിങ്ങനെ വെള്ളം വെക്കാതെ ഞാൻ കസേരയിലേക്ക് കിടത്താലോ? വേണ്ട വേണ്ട, കസേര കിടത്താതിരിക്കേ ഭേദം. ഇങ്ങോട്ട് കിടത്തു. ആ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേ കിടത്താം. ആ പതുക്കെ പതുക്കെ പതുക്കെ. ദേവി നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടെന്നാ തോന്നേ. എന്ത് പറ്റി? അരുതാത്തത് എന്തോ നടന്നിരിക്കണു. ശാപസന്ധ്യ തന്നെ. എന്താ വല്യത്ത ഇങ്ങനെയൊക്കെ? കോലത്ത് മകം വന്ന് കേറിയ ശാപക്കൂട്ട? നീ ഒരിക്കൽ ശാപക്കൂട്ടാവില്ല, ഞാൻ സമ്മതിക്കില്ല. അതിനല്ലേ വല്യത്താൻ ഇതൊക്കെ പാടുപെട്ട് സഹിക്കണേ. ഭവാനി, ಏನ್ ಶೇಖರ ಇದ್ದ ಬಾರಿ ಟೈಮಿಲ್ಲ. പ്രേതാത്മാവോ കുഞ്ഞുണ്ണി, എനിക്ക് ഭയം വരുന്നു. എനിക്ക് ഭയമില്ല. എന്താ കുട്ടിക്കരെ മോതിരം കാണാനില്ല, തിരക്കല്ലേ വേണ്ടത്? വെറുതെ ഒച്ചയുണ്ടാക്കി വലിയ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ദേഷ്യം വന്ന് എന്ത് ചെയ്യും? എന്നെ എന്ത് ചെയ്യുമെന്ന് കടച്ചു തിന്നുവോ? ഗായത്രി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരെ എടുത്തതെന്ന് എനിക്കറിയണ്ട, പക്ഷെ എന്റെ മോതിരം എനിക്ക് വേണം. അതില്ലാതെ കാണിച്ചു തരും ഞാൻ.